നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്ത് വരാൻ പോകുന്ന വിദേശ നിക്ഷേപം കേരള രാഷ്ട്രീയത്തെ തീപിടിപ്പിക്കുകയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വലിയ വിവാദങ്ങൾ ഉടലെടുക്കാൻ പോകുന്നു. ഭരണപക്ഷത്തിനെതിരെ വലിയ ആരോപണം ഇതിനോടകം തന്നെ പ്രതിപക്ഷ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. അഴിമതി ആരോപണം പോലും അദാനിയുമായിട്ടുള്ള അവിശുദ്ധ ബന്ധമാണ് വി.ഡി. സതീശൻ സർക്കാരിനുള്ളത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ CPM ഉയർത്തുകയാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF സർക്കാരിന് വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകാൻ കഴിയുമോ? ഇതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിഴിഞ്ഞത്ത് വരാൻ പോകുന്ന വിദേശ നിക്ഷേപത്തിന് LDF പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ആശങ്കകളുടെ ഒന്നും ആവശ്യമില്ല. ഒരു കമ്പനി ആ കമ്പനിയുടെ ഓഹരി മറ്റൊരു കമ്പനിക്ക് വിൽക്കുന്നു. ആ കമ്പനി സർക്കാരുമായി കരാറുണ്ടാക്കിയെന്ന് വെച്ച് അങ്ങനെ ഓഹരി വിൽക്കാതിരിക്കാൻ കഴിയില്ല. സർക്കാരുമായിട്ടുള്ള കരാറിൽ ഇങ്ങനെ ഓഹരി വിൽക്കുന്നതിന് മുമ്പ് സർക്കാരിനെ അറിയിക്കണം, സർക്കാരിൻ്റെ അനുമതി വാങ്ങണം എന്നേ ഉള്ളൂ. ഈ കമ്പനി ഏത് കമ്പനിയുമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കരാർ ഉണ്ടാക്കാൻ പോകുന്നത്? ആ കമ്പനി അല്ലെങ്കിൽ ഓഹരി വാങ്ങുന്ന കമ്പനിയുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം, ഓഹരി വാങ്ങുന്ന കമ്പനി കടലാസ് കമ്പനിയാണോ അതോ ജെനുവിൻ കമ്പനിയാണോ? ഇതൊക്കെ സർക്കാർ നോക്കേണ്ടി വരും. ഇതിനാണ് അനുമതിക്കായി സമർപ്പിക്കുന്നത്. രാജ്യസുരക്ഷാപരമായ കാരണങ്ങളുള്ളതിനാൽ കേന്ദ്ര സർക്കാരും ഈ ഒരു ഇടപാട് പരിശോധിച്ച് അനുമതി നൽകും. ഇതല്ലാതെ ഇതിനകത്ത് കുഴഞ്ഞുമറിയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. സർക്കാരുമായി ഒരു തുറമുഖം വികസിപ്പിക്കാനുള്ള കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാരണത്താൽ കമ്പനികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓഹരി കച്ചവടം പോലെയുള്ള ഇടപാടുകൾ നടത്താൻ കഴിയില്ല എന്ന് ശഠിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ അതൊരു വലിയ രാഷ്ട്രീയ വിവാദമാക്കാനും കേരളത്തിന് ഏറെ പ്രയോജനം ചെയ്യുന്ന ആ വിദേശ നിക്ഷേപം ഇല്ലാതാക്കാനുമുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത്. പ്രതിപക്ഷത്തിൻ്റെ കാര്യത്തിൽ അവർ ഇതിനകത്ത് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു. 49% ഓഹരി വിഴിഞ്ഞം പോർട്ടിൻ്റേതാണ് വിൽക്കുന്നത് എന്ന പ്രചരണം നടത്തുന്നു. മാത്രമല്ല ഇത് മോണോപ്പൊളി സൃഷ്ടിക്കും. ഇനിയിപ്പോൾ MSC കമ്പനിയുടെ കപ്പലുകൾക്ക് മാത്രമേ വിഴിഞ്ഞത്തേക്ക് വരാൻ കഴിയൂ എന്ന ഒരു മോണോപ്പൊളി സൃഷ്ടിക്കുമെന്ന വാദം നടത്തുന്നു. ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ. അദാനിയുമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് കൂട്ടുകെട്ടുണ്ടാക്കിയതും അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള നയങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്നും ഒക്കെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഇന്ന് പ്രതിപക്ഷം കുറച്ചുകൂടി ആരോപണം കടുപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്ന് പ്രതിപക്ഷം ആയുധമാക്കുന്നത് സെബി രേഖകളാണ്. സെബിക്ക് ഇങ്ങനെ ഞങ്ങൾ ഓഹരികൾ വിൽക്കാൻ പോകുന്നുവെന്ന് അദാനി ഗ്രൂപ്പ് നിയമപരമായി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു അറിയിപ്പ് നിയമപരമായി ഓഹരി വിൽക്കുന്നതിന് മുമ്പ് സെബിക്ക് നൽകേണ്ടതുണ്ട്. സെബിക്ക് മാത്രമല്ല കേരള സർക്കാരിനും അങ്ങനെ ഒരു കത്ത് കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓഹരി വിപണികൾക്കും ഇങ്ങനെ ഒരു കത്ത് രേഖാമൂലം ഇങ്ങനെ ഒരു ഓഹരി ഇടപാട് നടക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് അദാനി ഗ്രൂപ്പ് നൽകിയിട്ടുണ്ട്. സർക്കാരിനെ അറിയിക്കാതെ എന്തിനാണ് സെബിക്ക് ഇങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തത്? ഇത് അദാനിയുടെ ഒത്തുകളിയാണ്, നിയമവിരുദ്ധമാണ്, അദാനി കരാർ ലംഘിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള വാദമുഖങ്ങളാണ് LDF നിരത്തുന്നത്. പക്ഷേ മനസ്സിലാക്കുന്നതനുസരിച്ച് സെബിയിലും അതുപോലെ തന്നെ ഓഹരി വിപണിയിലും അതോടൊപ്പം തന്നെ സർക്കാരിനും ഈ ഓഹരി കൈമാറ്റത്തെക്കുറിച്ചുള്ള രേഖാമൂലമുള്ള അറിയിപ്പ് കൊടുത്തത് ഏതാണ്ട് ഒരേ സമയത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കരാർ ലംഘനമില്ല എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. മാത്രമല്ല വി.ഡി. സതീശൻ സർക്കാർ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ ഒരു കരാറിന് അല്ലെങ്കിൽ ഈ ഒരു ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷ. കാരണം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2, 3, 4 ഘട്ടങ്ങളൊക്കെ ഇനി വികസിപ്പിക്കാനുണ്ട്. ആ വികസനത്തിന് പണം വേണം. ആ പണം എങ്ങനെ കണ്ടെത്തണമെന്നുള്ളത് അദാനിയുടെ അധികാരമാണ്. എങ്ങനെ വേണമെങ്കിലും തൻ്റെ ഓഹരി വിറ്റിട്ടോ അല്ലെങ്കിൽ തൻ്റെ വീടും പറമ്പും വിറ്റിട്ടോ എങ്ങനെയെങ്കിലും അദാനി ആ പണം കണ്ടെത്തും. ആ പണം നിക്ഷേപിക്കുന്നത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് തന്നെയാണ്. 2060 അദാനി നമുക്ക് കൈമാറാനിരിക്കുന്ന തുറമുഖത്തിലാണ് ഈ വൻപൻ നിക്ഷേപം വരുന്നത് എന്നോർക്കണം. മാത്രമല്ല ആയിരക്കണക്കിന് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ ലോകോത്തരമായ ഒരു തുറമുഖം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ലോകത്തിലെ മുഴുവൻ കപ്പലുകളും ഇവിടേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇങ്ങനെ ഒട്ടേറെ പ്രയോജനങ്ങളുള്ള ഒരു ഇടപാടിന് എന്തിനാണ് കേരള സർക്കാർ ഇങ്ങനെ തടഞ്ഞു വയ്ക്കുന്നത് അല്ലെങ്കിൽ തടയിടുന്നത്? അത് ഒരിക്കലും കേരള സർക്കാരിന് ചെയ്യാൻ സാധിക്കില്ല. അത് കേരള സർക്കാർ അനുമതി നൽകുക തന്നെ ചെയ്യും. കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട അനുമതി നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് സെബി രേഖകളും അതുപോലെ തന്നെ ഓഹരി വിപണിയിൽ നൽകിയ രേഖകളും വെച്ച് ആയുധമാക്കിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്നേ ഉള്ളൂ. ഈ സെബിക്കും അതുപോലെ
തന്നെ ഓഹരി വിപണിക്കുമൊക്കെ നൽകിയ കത്ത് വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ 29-ാം തീയതി ഇങ്ങനെ ഒരു ഓഹരി കൈമാറ്റത്തിനുള്ള തീരുമാനം രണ്ടുപേരും ചർച്ചയ്ക്ക് ശേഷം അംഗീകരിച്ചിട്ടുണ്ടെന്നും നടപടികളുമായി കമ്പനികൾ മുന്നോട്ട് പോവുകയാണെന്നും ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും അനുമതികൾക്ക് വിധേയമായിട്ടായിരിക്കുമെന്നും വ്യക്തമായി അദാനി ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കരാർ ലംഘനത്തിൻ്റെ ഒരു കാര്യം അവിടെ വരുന്നില്ല. പക്ഷേ ഈ സർക്കാർ അതുപോലെ തന്നെ ഈ വിദേശ നിക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ്. വി.ഡി. സതീശൻ സർക്കാർ അനുമതി നൽകാനിരുന്നാലും ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇതിന് ഉടക്കു വയ്ക്കുമോ എന്നൊരു സംശയം കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. കാരണം കെ.സി. വേണുഗോപാൽ മറുപക്ഷത്താണ്, വി.ഡി. സതീശൻ ഇപ്പുറത്താണ്. അതായത് രണ്ട് പക്ഷങ്ങളായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രി ആകാനുള്ള ശ്രമം നടത്തിയതും അദ്ദേഹത്തിന് ആകാതെ പോയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ രണ്ട് പക്ഷത്താണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് കെ.സി. വേണുഗോപാലിൻ്റെ ഇടപെടലോടുകൂടി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഈ ഓഹരി ഇടപാടിൽ എന്തെങ്കിലും ഉടക്കുകൾ വയ്ക്കുമോ എന്നൊരു സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം ഇപ്പോൾ പൊതുവെ ഉണ്ട്. കാരണം നമ്മുടെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി ഈ അദാനിയുടെ ഒരു കടുത്ത വിമർശകനാണ്. അദാനിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിരന്തരം ആരോപിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അതേ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് തൻ്റെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ഡീലിന് അനുമതി കൊടുക്കുമോ എന്നതാണ് ഏറ്റവും വലിയ വിഷയം. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇടപെട്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. മാത്രമല്ല സെബി രേഖകൾ ആയുധമാക്കി ഇപ്പോൾ CPM ഇതിനെതിരെ എതിർപ്പ് അത് ശക്തമാക്കിയിരിക്കുകയാണ്. ഈ എതിർപ്പിനെ അതിജീവിക്കാൻ വി.ഡി. സതീശൻ സർക്കാരിന് കഴിയുമോ എന്ന ചോദ്യവും ബാക്കി നിൽക്കുകയാണ്. 13,000 കോടി രൂപയുടെ ഏതാണ്ട് 13,000 കോടിയുടെ വിദേശ നിക്ഷേപമാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്നത്. വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കാനായി അദാനി രൂപം കൊടുത്ത കമ്പനി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ലിമിറ്റഡ് എന്ന കമ്പനി, ആ കമ്പനിയുടെ 49% ഓഹരികൾ ആഗോള കപ്പൽ കമ്പനിയായ MSCക്ക് വിൽക്കുകയാണ്. MSCയുടെ ഒരു ഉപവിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ഈ ഓഹരി വിൽക്കുന്നത്. പകരമായിട്ടാണ് 13,000 കോടിയുടെ നിക്ഷേപം തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖത്തിൽ MSC നടത്തുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് വിഴിഞ്ഞത്തിൻ്റെ കണ്ടെയ്നർ ഹാൻഡിലിംഗ് കപ്പാസിറ്റി അത് 16 ലക്ഷത്തിൽ നിന്നും 57 ലക്ഷം TEU ആയിട്ട് ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കും. 2034 മുതൽ സർക്കാരിലേക്ക് വരാനിരിക്കുന്ന വരുമാനത്തിൻ്റെ ഭാഗം അത് വർദ്ധിപ്പിക്കും. അതോടൊപ്പം തന്നെ ഈ 2060 വളരെ കാര്യക്ഷമതയുള്ള ഒരു തുറമുഖമായിരിക്കും കേരളത്തിന് തിരിച്ചു കിട്ടാൻ പോവുക. കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര മാരിടൈം ഭൂപടത്തിൽ വളരെ വ്യക്തതയോടുകൂടി രേഖപ്പെടുത്താൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു ഡീലാണ് ഇത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ ഡീലിനെ വെച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നത്. അതിലൊന്ന്, അദാനിയും സതീശനും തമ്മിൽ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ ചർച്ചകൾ നടത്തിയിരുന്നുവെന്നും ഈ പദ്ധതി അദാനിയുടെ രൂപകൽപ്പന അനുസരിച്ചിട്ടാണ് നടത്തുന്നതെന്നും സർക്കാരിന് ഒന്നും അറിയില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് എന്നും പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്ന് മറുവിഭാഗവും ചോദിക്കുന്നുണ്ട്. കാരണം സംസ്ഥാനത്തിൻ്റെ വികസനത്തിനാവശ്യമായ ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. മിഷൻ സമുദ്ര പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും വി.ഡി. സതീശൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുറമുഖ വകുപ്പ് അടക്കം വി.ഡി. സതീശൻ തൻ്റെ വകുപ്പുകളിൽ ഉൾപ്പെടുത്തി എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ തുറമുഖ വികസനത്തിൽ അദാനിയുമായി വി.ഡി. സതീശൻ സംസാരിച്ചിരിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഈ പറയുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഈ പറയുന്ന ഓഹരി വിൽപ്പന അതടക്കം വി.ഡി. സതീശന് അനൗപചാരികമായി അറിവുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ ഔപചാരികമായി സർക്കാരിൻ്റെ കയ്യിൽ കത്ത് വന്നിട്ടുണ്ട്. ആ കത്ത് വിദഗ്ധ സമിതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമിതി പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ അഭിപ്രായം സർക്കാരിനോട് പറയും. സർക്കാർ അതനുസരിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കേരള സംസ്ഥാനത്ത് വിദേശ നിക്ഷേപം വരണമെന്നാഗ്രഹിക്കുന്നവർ, കേരള സംസ്ഥാനത്ത് ഇതിൻ്റെ വികസനം ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ഈ ഓരോ നീക്കങ്ങളും സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഓരോ നീക്കങ്ങളും കൃത്യമായി തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം അദാനി ഈ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അതിവേഗം
കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. സെബിയെ കാര്യങ്ങൾ നിയമപരമായി അറിയിച്ചിരിക്കുന്നു, ഓഹരി വിപണിയെ അറിയിച്ചിരിക്കുന്നു, സർക്കാരിനെയും അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ അദാനിയുടെ ഇത് മൂന്നാമത്തെ ഡീലാണ്. MSC പ്ലസ് അദാനി എന്ന ഒരു വികസനത്തിൻ്റെ ഒരു പാർട്ണർഷിപ്പ്, ഇത് മൂന്നാമത്തേതാണ്. കാരണം ചെന്നൈയിലും അതുപോലെ തന്നെ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തിലും സമാനമായ രീതിയിൽ 49% ഓഹരികൾ കൈമാറിക്കൊണ്ട് MSC ഗ്രൂപ്പുമായി തന്നെ ചില ഇടപാടുകൾ അദാനി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെ കേരളത്തിലും തുറമുഖം നിർമ്മാണം മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് വിമർശനങ്ങളുമായി പ്രതിപക്ഷം എത്തുന്നത്. വിമർശനങ്ങളിൽ കഴമ്പില്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ ഭയം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇതിൽ ഇടപെടുമോ എന്നത് തന്നെയാണ്.